ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ശബ്ദൻ. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ ഇലക്ഷന്റെ ഡേറ്റും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായിട്ടൊന്ന് ചൂടുപിടിച്ചു. കവല പ്രസംഗങ്ങൾ, വാക്പോരുകൾ, പോസ്റ്റർ കീറലുകൾ, അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ വഴിപാടുകൾ ഇടലുകൾ, സ്വർണ്ണ കിരീടം വയ്ക്കലുകൾ, കുന്തം കൊണ്ടു കൊടുക്കലുകൾ, അങ്ങനെ എന്തെല്ലാം പ്രഹസനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായി എതിരാളികളെ എങ്ങനെ ആക്ഷേപിക്കാം, എങ്ങനെ അവരെ തരം താഴ്ത്തി വല്ലാത്ത ഭാഷാ പ്രയോഗങ്ങളൊക്കെ നടത്തി അവരെ എങ്ങനെ താറടിക്കാം എന്നൊരു ചിന്ത ചില ആളുകളുടെ ഇടയിൽ ഉടലെടുക്കുന്നു. പ്രത്യേകിച്ചും CPM-നിടയിൽ. CPM ഇപ്പോ ഭരണവിരുദ്ധ വികാരങ്ങളിൽ ഒരുപാട് പ്രതിരോധത്തിലാണ് നിൽക്കുന്നത്. ഓരോ കാര്യങ്ങളിലും കേസുകളും, മുഖ്യമന്ത്രിയും മകളുടെയും പേരിലുള്ള മാസപ്പടി വിവാദം, അതുപോലെ സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴം തുടങ്ങി എന്തെല്ലാം കേസുകളാണ് ഈ മന്ത്രിസഭ വന്നത് മുതൽ, അല്ലെങ്കിൽ ഈ LDFന്റെ ഭരണം രണ്ടാം തവണ തുടങ്ങിയത് മുതൽ ഇതുവരെ വന്നത് എന്നെല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും അഴിമതി കഥകൾ തന്നെയാണ് കേൾക്കുന്നത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ്, പത്തനംതിട്ടയിൽ ബാങ്ക് തട്ടിപ്പ്, അങ്ങനെ സഹകരണ മേഖലയാകെ തട്ടിപ്പുകളുടെ കേന്ദ്രമായി വളർന്നു. ഇതൊക്കെ പുറത്തു പറയാതിരിക്കാനായി CPM തന്നെ കണ്ടെത്ത ചില വഴികളുണ്ട്. ചില തേഞ്ഞ വഴികളാണ്. ആ വഴികളെന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ ചില ഗുരുവായൂത്തരം പറയുന്ന ആളുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയിക്കും. അതിലെ പ്രധാനികളാണ് ഇടുക്കിയിലെ മഹാരഥൻ മണിയാശാൻ. മണിയാശാൻ വാ തുറന്നാൽ ഒന്നുകിൽ തെറി പറയും, അല്ലെങ്കിൽ നാട്ടുകാരെ ചീത്ത പറയും, അല്ലെങ്കിൽ അധിക്ഷേപിക്കും. എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. പണ്ട് കൊടി പിടിച്ചു എന്നുള്ള ആ ഒരൊറ്റ പരിഗണനയിൽ, മുതിർന്ന നേതാവ് എന്നുള്ള പരിഗണനയിൽ അവിടെ സീറ്റ് കൊടുത്തു, ജയിച്ചു, മന്ത്രി വരെയാക്കി. നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യയിലുള്ള ഈ നാട്ടിൽ, അക്ഷരങ്ങളുടെ കേന്ദ്രമാണെന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരൊക്കെ ഉണ്ടായിട്ടും അക്ഷരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, വിവരം അല്പം പോലും ഇല്ലാത്ത ചില ആളുകളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ തന്നെയാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പോലും തോന്നിപ്പോകും. എന്തിനധികം പറയുന്നു, LDFന്റെ കൺവീനർ EP ജയരാജൻ വരെ. ജയരാജന്റെ ചില സമയത്ത് പ്രസ്താവനകൾ കേട്ടാൽ ഇതിലും നല്ല കോമഡി ഷോകളൊന്നും പിന്നെ കാണണ്ട, അത് മാത്രം കണ്ടാൽ മതി. MM മണി ഇപ്പോൾ ഇതാ ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസിനെതിരെ കുറെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. രാവിലെ ബ്യൂട്ടി പാർലർ കയറും, കുറെ പൗഡർ ഇടും, എന്നിട്ട് ജീവിച്ചിരുന്നാലും ചത്തതിനൊപ്പമാണ് തുല്യം എന്നൊക്കെയാണ് പറയുന്നത്. കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നും പറഞ്ഞു. ഇതൊക്കെയാണ് പ്രസംഗം. അപ്പൊ ഇത് പ്രസംഗിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഈ ഡീൻ കുര്യാക്കോസ് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണല്ലോ ആശാനെ അങ്ങ് ഇടുക്കിയിൽ ജയിച്ചത് എന്ന് ചില കോൺഗ്രസുകാർ ചോദിക്കുന്നു. അപ്പോ ആശാൻ അതിന് മറുപടിയില്ല. PJ കുര്യൻ പെണ്ണുപിടിനായിരുന്നു എന്ന് പറയുന്നു. അതിന് മുമ്പ് PJ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി. എന്തെല്ലാം കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ? ഒക്കെ മറന്നതാണിത്. CPM-ൽ എത്ര പെൺകേസുകളുണ്ട് എന്നുള്ളതിനെ കണക്ക് കേട്ടാൽ MM മണി ആശാൻ ഇടുക്കിയിൽ നോടിയാൽ ചിലപ്പോൾ അങ്ങ് ദിണ്ടിക്കൽ ചെന്നാൽ പോലും നിൽക്കില്ല. കാരണം അങ്ങേയറ്റത്ത് ഇങ്ങ് വരെ തോന്നും. ഇപ്പൊ ചില സ്ഥാനാർത്ഥികൾ ചില സ്വപ്നങ്ങളൊക്കെ മൂന്നാറിൽ കൊണ്ടുവരാൻ വരെ ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ആ സ്വപ്നങ്ങളൊന്നും അന്ന് നടന്നില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ അത് പുറത്ത് വിളിച്ചു പറഞ്ഞതും അതിന്റെ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മണിയാശാന്റെ വിടുവായിത്തരം ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾക്കാം. അവിടെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചട്ടങ്ങൾക്ക് ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക, പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ശബ്ദൻ ഇല്ലേ?
സണ്ണന്മാരുടെ ഏൽപ്പിച്ചോ, കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. നന്നായി ഒലപ്പിക്കുള്ളൂ, നന്നാക്കും ഇപ്പൊ. അതുകൊണ്ടാണല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതാ അതുകൊണ്ട് പണ്ട് മുതൽ എല്ലാം വിദേശികളെ നമ്മുടെ പടി. ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോയിസാ. അതുകൊണ്ട് വയ്യാവേലി 5 വർഷക്കാർ പിടിച്ചു, എങ്ങും കൊള്ളാത്ത വരുവോയി. വീണ്ടും ഈ വയ്യാവേലി ശോഭക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത്, ഈ കേരള ഇടുക്കിക്കാർക്കുള്ളത്? ഈ രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് മണിയാശാന്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പോ അങ്ങേര് പറയുന്നത് ഇത് നാടൻ ഭാഷ എന്നാണ് CPM-കാർ മുഴുവൻ പറയുന്നത്. ശരിയാണ്, ഇതിലും നന്നായി നാടൻ ഭാഷ പറയാൻ അറിയാവുന്ന പല ആളുകളും പല സ്ഥലത്ത് ഇരിപ്പുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ കൂടുതൽ നാറും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരത് പ്രയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പറയുമ്പോൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ അധിക്ഷേപങ്ങൾ ചുരുങ്ങിയാൽ വലിയ കയ്യടി കിട്ടും, ഹോ ഹേ ഹാ എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ കഥയില്ല. അത് നാടൻ രീതി ആയിക്കോട്ടെ. പക്ഷേ എന്ത് രീതിയാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മേൽ ആരായാലും, ഏത് പാർട്ടിയാണെങ്കിലും, LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും അവർ സ്ഥാനാർത്ഥിത്വം ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് അവരെ എതിരിടാം. ഏത് പാർട്ടിയിലാണെങ്കിലും വ്യക്തിപരമായി അവരെയൊക്കെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.